പാബ്ലോ എസ്കോബാറിന്റെ കഥ നമ്മൾ പല തവണയായിട്ട് കേട്ടതാണ്. എന്നാൽ പാബ്ലോ എസ്കോബാറിന്റെ കൂടെ ജോലി ചെയ്ത ഒരു അമേരിക്കൻ പൈലറ്റ് ഉണ്ടായിരുന്നു, മിസ്റ്റർ ബാരി സീൽ. അദ്ദേഹത്തിന്റെ ജീവിത കഥ പറയുന്ന സിനിമയാണ് 2017 ടോം ക്രൂസ് നായകനായി എത്തിയ അമേരിക്കൻ മെയ്ഡ് എന്ന സിനിമ. വർഷം 1978. ട്രാൻസ് വേൾഡ് എയർലൈൻസിന്റെ കൊമേഴ്ഷ്യൽ വിമാനത്തിന്റെ പൈലറ്റ് ആയിട്ടാണ് ബാരി സീൽ ജോലി ചെയ്യുന്നത്. പക്ഷേ പൈലറ്റ് ആയിട്ട് ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ബാരി തീരെ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് കുറച്ച് ഡോളേഴ്സ് അധികം സമ്പാദിക്കാൻ വേണ്ടി ബാരി സീൽ ഒരു സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കള്ളക്കടത്ത്. താൻ ഫ്ലൈ ചെയ്യുന്ന വിമാനത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വില കൂടിയ സിഗാർസ് ആണ് ബാരി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. ബാരി ഒരു പൈലറ്റ് ആയതുകൊണ്ട് തന്നെ അത് സ്മഗിൾ ചെയ്ത് അമേരിക്കയിൽ എത്തിക്കുന്നത് ബാരിക്ക് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. ഒരു ദിവസം ബാരി ബാറിൽ നിന്ന് മദ്യപിക്കുമ്പോൾ ബാരിയെ കാണാനായി മോണ്ടി എന്ന ഒരാൾ വന്നു. അദ്ദേഹം CIA ഏജന്റ് ആണ്. മോണ്ടി ബാരിയോട് തന്റെ എല്ലാ കള്ളക്കടത്തിന്റെയും ഡീറ്റെയിൽസ് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ബാരി ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ഒരു CIA ഏജന്റ് ആണ് ഇതൊക്കെ തന്നോട് വന്ന് പറയുന്നത്. പക്ഷെ മോണ്ടി ബാരിയോട് പറയാണ്, പേടിക്കേണ്ട, ഞാൻ വന്നത് നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നുമല്ല, നിനക്ക് കൂടി ഗുണമുള്ള കാര്യം പറയാനാണ്. എനിക്ക് നിന്റെ ഒരു സഹായം വേണം, നിനക്ക് വേണ്ടുന്ന പ്രതിഫലവും ഞാൻ നൽകും. അദ്ദേഹം ബാരിയെ ഒരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ളത് എയറോസ്റ്റാർ 600 എന്ന വിമാനമാണ്. വളരെ വേഗതയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വിമാനമാണ് അത്. അപ്പോൾ മാൻഡി ബാരിക്ക് നൽകിയ ജോലി വേറൊന്നുമല്ല, സെൻട്രൽ അമേരിക്കയിൽ ശത്രുക്കളുടെ നിരോധിക്കപ്പെട്ട മേഖലകളുണ്ട്. അവിടെ ഇന്നേ വരെ ആരും ചെന്നിട്ടില്ല. കാരണം അവിടെയുള്ള ആൾക്കാർ അപകടകാരികളാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരെ അവര് അടുപ്പിക്കത്തില്ല. എല്ലാവരുടെയും കൈവശം തോക്കുകളുമുണ്ട്. അപ്പോൾ ബാരിയുടെ ജോലി ആ സ്ഥലത്തെ കൂടി വിമാനം പറത്തണം, എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യണം. ഇതൊരിക്കലും എളുപ്പമുള്ള ജോലിയല്ല. എന്നാൽ മോണ്ടിയുടെ ഈ ഓഫർ നിരസിക്കാൻ ബാരിക്ക് കഴിയത്തില്ല. കാരണം ബാരിയുടെ കള്ളക്കടത്ത് കഥകൾ പുറത്തു വന്നാൽ അത് ബാരിയുടെ പൈലറ്റ് ലൈസൻസ് തന്നെ റദ്ദാക്കാൻ കാരണമാകും. അങ്ങനെ ആ ജോലി ബാരി ഏറ്റെടുത്തു. എന്നിട്ട് ബാരി ട്രാൻസ് വേൾഡ് എയർലൈൻസിൽ നിന്ന് രാജിവെച്ചു. ഈ കാര്യം ബാരി തന്റെ ഭാര്യയോട് പറയുകയാണ്. ലൂസി എന്നാണ് ബാരി സീലിന്റെ ഭാര്യയുടെ പേര്. ലൂസിയോട് താൻ ജോലി രാജിവെച്ച കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നു. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ലേ, പിന്നെ എന്തിന് നീ രാജിവെച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരി ബാരിയോട് ചോദിക്കുന്നത്. എന്നാൽ അതിനൊന്നും ബാരിക്ക് മറുപടിയില്ല. സോ ഇവിടെ ബാരി സീൽ മോണ്ടി ഏൽപ്പിച്ച ജോലി ചെയ്യാനായി ആരംഭിച്ചു. നിരോധിക്കപ്പെട്ട അപകടകരമായിട്ടുള്ള മേഖലയിലെ കൂടിയൊക്കെ ബാരി വിമാനം പറത്തി ഫോട്ടോസ് എടുക്കുകയാണ്. ബാരിയുടെ വിമാനം കണ്ടപ്പോൾ അവര് ഷൂട്ട് ചെയ്യുന്നൊക്കെയുണ്ട്. എന്നാൽ ബാരി അതിസാഹസികമായിട്ടാണ് അതിലെ കൂടിയൊക്കെ പറന്ന് ഫോട്ടോസ് എടുത്ത് രക്ഷപ്പെടുന്നത്. ബാരി എടുത്ത ഫോട്ടോസ് ഒക്കെ മോണ്ടി CIA ഹെഡ്ക്വാർട്ടേഴ്സിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരൊക്കെ ഷോക്കായി. എല്ലാവരും മോണ്ടിയെ അഭിനന്ദിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ആ സ്ഥലങ്ങളിലെ ഫോട്ടോസ് ഇവർക്ക് ലഭിക്കുന്നത്. മുഴുവൻ ക്രെഡിറ്റും ബാരി സീലിന്റേതാണ്. വർഷം 1980. ഈ വർഷമാണ് ബാരിയുടെ ജീവിതത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. ഒരിക്കൽ ബാരി സീൽ സാക്ഷാൽ പാബ്ലോ എസ്കോബാറിന്റെ രാജ്യമായ കൊളംബിയയിൽ വിമാനം ലാൻഡ് ചെയ്തതാണ്. അവിടെ ബാരിക്ക് ചെറിയ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ റൺവേയിലേക്ക് ഒരു കാർ വന്നു. രണ്ടുപേര് എന്നിട്ട് ബാരിയോട് കാറിലേക്ക് കയറാനായി പറഞ്ഞു. ബാരിക്ക് ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവർ ആരാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും വേറെ വഴിയില്ലാതെ ബാരി അവരുടെ കൂടെ കാറിൽ കയറി പോവുകയാണ്. അവര് ബാരിയെ കൂട്ടിക്കൊണ്ടുപോയത് വേറെ എവിടത്തേക്കുമല്ല, പാബ്ലോ എസ്കോബാറിന്റെ അടുത്തേക്കാണ്. അപ്പോൾ ഇദ്ദേഹമാണ് പാബ്ലോ എസ്കോബാർ. എസ്കോബാറിന്റെ പാർട്ട്ണറാണ് ജോർജ് ഒച്ചോവ. അതായത് ഇവര് രണ്ടുപേരുമാണ് മെഡലിൻ കാർട്ടൽ എന്ന ഡ്രഗ് കാർട്ടലിന്റെ നേതാക്കൾ. അവര് ബാരി സീലിനോട് പറയാണ്, നീ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് നമ്മൾക്കറിയാം, അത്രയും റിസ്കി ആയിട്ടുള്ള ജോലിയാണ് നീ ചെയ്യുന്നത് അല്ലെ, പക്ഷെ അവര് നിനക്ക് തരുന്ന ശമ്പളം വളരെ തുച്ഛമാണ്. പക്ഷേ ഞങ്ങൾ അതുപോലെയല്ല. പാബ്ലോ എസ്കോബാറിന്റെ ആവശ്യം വേറൊന്നുമല്ല, കൊളംബിയയിൽ നിന്ന് അവരുടെ ഡ്രഗ്സ് അമേരിക്കയിൽ എത്തിക്കണം. അതിന് അവർക്ക് ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പൈലറ്റ് വേണം. അവർ ഓഫർ ചെയ്തത് 1 കിലോ കൊക്കൈനിന് $2000 ആണ്. അത് വലിയ ഒരു തുകയാണ്. കാരണം വലിയ ക്വാണ്ടിറ്റിയിലാണ് അവര് ഡ്രഗ്സ് അമേരിക്കയിലേക്ക് കടത്താനായി പോകുന്നത്. അതായത് ഒരൊറ്റ ഫ്ലൈറ്റിൽ തന്നെ ബാരിക്ക് ലക്ഷക്കണക്കിന് US$ ലഭിക്കും. മറിച്ചൊന്നും ചിന്തിക്കാതെ ബാരി സീൽ പാബ്ലോ എസ്കോബാറിന് കൈകൊടുത്തു. പക്ഷേ ചെറിയ ഒരു പ്രശ്നം, ബാരിയുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ട പാബ്ലോ എസ്കോബാറിന്റെ റൺവേ വളരെ ചെറുതാണ്. അവരോട് ബാരി സീൽ അതിനെക്കുറിച്ച് പറയുകയാണ്. അതായത് ഈ റൺവേ വലുതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അപ്പോൾ പാബ്ലോ എസ്കോബാർ ജോർജിനോട് ഇവനെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ബാരി സീലിന് ഈഗോ അടിച്ചു. അങ്ങനെയാണെങ്കിൽ പറത്തി കാണിച്ചിട്ട് തന്നെ കാര്യം. പാബ്ലോ എസ്കോബാറിന്റെ പ്ലാന് മയാമിയിലേക്ക് ലാൻഡ് ചെയ്യണം എന്നാണ്. എന്നാൽ ബാരി സീൽ അത് എതിർത്തു. മയാമിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ പറയുന്നത് പോലെ എളുപ്പമല്ല, ഉറപ്പായും പിടിക്കപ്പെടും.
രക്ഷപ്പെടും. ഞാൻ പറയുന്നത് കേൾക്ക്. ലൂസിയാനയിൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ നിർത്തണം. അവിടെ മാപ്പിൽ ഈ എക്സ് കാണുന്ന ലൊക്കേഷനിൽ ഞാൻ വിമാനത്തിൽ നിന്ന് നിങ്ങളുടെ ഡ്രഗ്സ് ഇതുവഴി ഞാൻ താഴേക്കിടും. അത് അവര് കളക്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൺവേയിലെ ചെക്കിംഗ് ഉണ്ടായാലും അവർക്ക് ഒരു സംശയം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് ബ്രില്യന്റ് ഐഡിയ ആണ് എന്ന് പാബ്ലോ എസ്കോബാറിന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഡ്രഗ്സ് പാക്ക് ചെയ്ത് അത് പാരഷൂട്ടിൽ ടാപ്പ് ചെയ്ത് വെച്ച് വിമാനത്തിൽ ലോഡ് ചെയ്തു. എസ്കോബാറിന്റെ ആൾക്കാർ വീണ്ടും ഒരുപാട് ലോഡ് വിമാനത്തിൽ കയറ്റാനായി നോക്കിയപ്പോൾ അവരെ ബാരി സീൽ എതിർത്തു. ഓൾറെഡി വിമാനത്തിൽ ലോഡ് അധികമാണ്. ഇനിയും കയറ്റിയാൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 130 കിലോഗ്രാംസ് ലോഡാണ് കയറ്റിയത്. അതായത് ഈ ലോഡ് എത്തിച്ചാൽ ബാരിക്ക് കിട്ടുന്നത് ഏകദേശം $3 ലക്ഷം ആയിരിക്കും. വിമാനം റൺവേയുടെ ഏറ്റവും അറ്റത്തായിട്ട് അവരെ തള്ളി എത്തിച്ചു. ബാരി വിമാനത്തിൽ കയറാനായി ചെന്നപ്പോൾ വിമാനത്തിൽ തടിച്ചിട്ടുള്ള ഒരാൾ ഇരിക്കുന്നു. എസ്കോബാറിനോട് ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ ആളാണ്, അവൻ കൂടി നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ബാരി സീൽ പറയാണ് ഓൾറെഡി വിമാനം ഓവർ വെയിറ്റ് ആണ്, പോരാത്തതിന് ഇദ്ദേഹം പൊണ്ണത്തടിയനും. നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്ക്, ഒന്നെങ്കിൽ ഞാൻ ഈ പൊണ്ണത്തടിയനെ കൂടി പറക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സാധനവുമായി പറക്കും. അങ്ങനെ വിമാനത്തിൽ ഇരിക്കുന്ന ആള് ഇറങ്ങി വന്നു. സോ ബാരി സീൽ വിമാനം പറത്താനായി പോവുകയാണ്. വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. കാരണം റൺവേ ചെറുതുമാണ്, അതേപോലെ ഉയരം കൂടിയ മരങ്ങളും റൺവേയുടെ എൻഡിലുണ്ട്. ബാരി വിമാനം പറത്താനായി പോകുമ്പോൾ പാബ്ലോ എസ്കോബാറും സംഘവും ആകാംക്ഷയോടെ നോക്കുകയാണ്. പറത്തുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ വിമാനം മരത്തിൽ ഇടിക്കുന്നൊക്കെയുണ്ട്. അതായത് വിമാനം ഓൾമോസ്റ്റ് ക്രാഷ് ആവാനായിട്ടുണ്ട്. എന്നാൽ ബാരി അതിസാഹസികമായി കൺട്രോൾ ചെയ്ത് വിമാനം പറത്തുകയാണ്. അത് കണ്ടപ്പോൾ പാബ്ലോ എസ്കോബാറും സംഘവും ആഘോഷിക്കാനായി തുടങ്ങി. സോ ഇവിടെ ഡ്രോപ്പ് ലൊക്കേഷൻ എത്തുമ്പോൾ ബാരി വിമാനം ഓട്ടോ പൈലറ്റ് മോഡിൽ ഇടും. എന്നിട്ട് വിമാനത്തിന്റെ ഫ്ലോറിലുള്ള ഡോർ തുറന്ന് കെട്ടുകൾ ഓരോന്നോരോന്നായി താഴെയിടും. അത് കളക്ട് ചെയ്യാൻ പാബ്ലോ എസ്കോബാറിന്റെ ആൾക്കാരുണ്ട്. വിമാനം ലാൻഡ് ചെയ്താൽ കസ്റ്റംസ് വിമാനം റൺവേയിൽ നിന്ന് പരിശോധിക്കും. അവർക്ക് എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. സോ ഇവിടെ അത്രയും വലിയ സംഖ്യ ഡ്രഗ്സ് ആണ് അവര് അമേരിക്കയിൽ എത്തിച്ചത്. അത് പാബ്ലോ എസ്കോബാർ ആഘോഷിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ബാരിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ബാഗിൽ പണം നിറച്ചിട്ട് ബാരി സീലിന്റെ പ്രതിഫലം പാബ്ലോ എസ്കോബാർ നൽകുകയാണ്. അടുത്ത ബുധനാഴ്ച വീണ്ടും നീ പോകണമെന്ന് പാബ്ലോ എസ്കോബാർ ബാരി സീലിനോട് പറയുകയാണ്. അതായത് അടുത്ത ഡീൽ അതും ബാരി സീൽ ഏറ്റെടുത്തു. എന്നാൽ ഇവിടെ ചെറിയ പ്രശ്നം. പാബ്ലോ എസ്കോബാറിനെയും സംഘത്തെയും പിടികൂടാൻ അവിടെ പോലീസും പട്ടാളക്കാരും എല്ലാവരും ഒന്നിച്ച് പാബ്ലോ എസ്കോബാറിന്റെ വീട്ടിൽ എത്തുകയാണ്. പാബ്ലോ എസ്കോബാർ എന്നാൽ വളരെ കൂളായിട്ട് ബാരി സീലിനോട് നീ പേടിക്കേണ്ട, അവർ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബാരി സീൽ ഉൾപ്പെടെ അവരെ എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ അതേ ദിവസം തന്നെ പാബ്ലോ എസ്കോബാറും സംഘവും പുറത്തിറങ്ങി. ഇവിടെ കൊളംബിയൻ ജയിലിൽ കിടക്കുന്ന ബാരി സീലിനെ കാണാനായി മോണ്ടി എത്തി. പോലീസ് അടിച്ചിട്ട് ബാരിയുടെ ഒരു പല്ലൊക്കെ പോയിട്ടുണ്ട്. നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്നോട് ആരാണ് ഇവരുടെ കൂടെ കൂടി ഡ്രഗ്സ് കടത്താൻ പറഞ്ഞത്? നാട്ടിൽ ഉറപ്പായും നിന്റെ വീട്ടിലെ റെയ്ഡ് നടക്കും. അവര് നിന്റെ ഭാര്യയും മക്കളും കസ്റ്റഡിയിലെടുക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പ്ലീസ് എനിക്ക് നിങ്ങളുടെ സഹായം എന്തായാലും വേണം, ഇതൊന്നും എന്റെ ഭാര്യ അറിയാൻ പാടില്ല എന്നൊക്കെ ബാരി മോണ്ടിയോട് പറയുകയാണ്. ബാരി മോണ്ടിയെ ഒരുപാട് സഹായിച്ചതല്ലേ, അതുകൊണ്ട് അദ്ദേഹം ബാരിയെ സഹായിക്കുകയാണ്. കൊളംബിയൻ ജയിലിൽ നിന്ന് മോണ്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബാരി റിലീസായി. ഇനി എത്രയും പെട്ടെന്ന് ഭാര്യയെ കൂട്ടി നാട് വിടണം, കാരണം അവിടെ പോലീസിന്റെ റെയ്ഡ് ഉണ്ടാവും. മോണ്ടി ബാരി സീലിനോട് എത്രയും പെട്ടെന്ന് ഭാര്യയും മക്കളെയും കൂട്ടി വീട് വിടാനായി പറയുകയാണ്. എന്നിട്ട് അർക്കൻസാസിലെ മീന എന്ന സ്ഥലത്തേക്ക് വരാനായി മോണ്ടി പറഞ്ഞു. അതായത് മോണ്ടി ബാരി സീലും കുടുംബത്തിനും താമസിക്കാൻ പുതിയ സ്ഥലം ഏർപ്പാടാക്കി കൊടുത്തു. നാട്ടിലെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന ലൂസിയെ ബാരി എഴുന്നേൽപ്പിച്ചു. ബാരി, നിനക്ക് എന്താണ് പറ്റിയത്? നിന്റെ ഒരു പല്ല് എവിടെ പോയി? അതൊന്നും പറയാൻ ഇപ്പോൾ നേരമില്ല, എത്രയും പെട്ടെന്ന് നീ സാധനങ്ങൾ പാക്ക് ചെയ്യണം, നമ്മൾ ഇപ്പോൾ തന്നെ ഈ നാട് വിടുന്നു. ബാരി സീല് മോളോട് പറയാണ്, മോള് പെട്ടെന്ന് പോയി മോളുടെ ഫേവറേറ്റ് ടോയ്സ് ഒക്കെ പാക്ക് ചെയ്യും, നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് താമസം മാറിയത്. മനുഷ്യ, നിങ്ങൾക്ക് എന്താണ് വട്ടായോ എന്നൊക്കെ ഭാര്യ ബാരി സീലോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാരി സീല് പറയാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ വിശ്വാസമാണോ? ആണെങ്കിൽ ദയവ് ചെയ്ത് നീ ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങനെ അവരെല്ലാം പാക്ക് ചെയ്ത് അവിടുന്ന് സ്ഥലം വിട്ടു. ഇതാണ് അർക്കൻസാസിലെ അവരുടെ പുതിയ വീട്. ആ പുതിയ വീട്ടിലാണെങ്കിൽ ഫർണിച്ചറും സാധനങ്ങളും ഒന്നുമില്ല. 6 മാസം ഗർഭിണിയായ ലൂസിക്ക് ബാരിയുടെ പെട്ടെന്നുള്ള സ്വഭാവ മാറ്റമൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. പുള്ളിക്കാരി അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ ബാരിയെ കൂട്ടാനായി മോണ്ടി എത്തിയത്. അങ്ങനെ ഭാര്യ സംസാരിക്കുന്നതൊന്നും കേൾക്കാതെ ബാരി സീൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇവിടെ വലിയ ഒരു റൺവേയിലേക്കാണ് ബാരി സീലിനെ മോണ്ടി കൂട്ടിക്കൊണ്ടുപോയത്. ഈ സ്ഥലം മൊത്തം ഇനി നിന്റേതാണ് എന്ന് മോണ്ടി ബാരി സീലിനോട് പറയുകയാണ്. അത്രയും വലിയ ആ സ്ഥലം കണ്ട് ബാരി സീൽ ആകെ ഷോക്കായി. അപ്പൊ ഇതൊന്നും മോണ്ടി വെറുതെ ചെയ്തു കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ മോണ്ടി തന്നെ ബാരിക്ക് ഒരു കള്ളക്കടത്ത് ഡീല് നൽകുകയാണ്. അത് ഡ്രഗ്സ് ഒന്നുമല്ല, വെപ്പൺസ് ആണ്. നല്ല ഒന്നൊന്നര AK-47 തോക്കുകൾ. അത് എവിടെയൊക്കെയാണ് എത്തിക്കേണ്ടതെന്നും ബാരി സീലിനോട് മോണ്ടി പറയുകയാണ്. അതേപോലെ ഒരു വലിയ ബാഗിൽ അദ്ദേഹം ബാരി സീലിന് പ്രതിഫലവും
നൽകി. അങ്ങനെ പണവുമായി ബാരി ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. സോ ഇവിടെ ലൂസി ആകെ ഇമോഷണൽ ആയിട്ട് പുള്ളിക്കാരി ബാരിയെ തല്ലിയിട്ട് പറയാണ്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എനിക്ക് നിന്റെ കാര്യം ഒന്നും മനസ്സിലാകുന്നില്ല, നീ എല്ലാ ജോലിയും രാജിവെച്ചു നമ്മുടെ വീടും വിട്ടിറങ്ങി, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നാണ് നീ പറയുന്നത്, ഈ വീട്ടിലാണെങ്കിൽ ഒരു സാധനവുമില്ല, അത് വാങ്ങാനുള്ള പണം പോലും ഇപ്പോൾ നമ്മുടെ കൈവശമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട ബാരി സീൽ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയോ? വീട്ടിലെ ഓരോ സ്ഥലത്തും ഓരോ കെട്ട് പണം എറിയുകയാണ്. എന്നിട്ട് ഇതാ അവിടെ വാഷിംഗ് മെഷീൻ, അവിടെ ഫ്രിഡ്ജ്, അവിടെ TV അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ അത്രയും പണം കണ്ടപ്പോൾ ലൂസി ആകെ ഷോക്കായി. ബാരി എവിടുന്നാണ് ഇത്രയും അധികം പണം, നീ എന്തോ ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ബാരി സീലിന് തന്റെ ഭാര്യയോട് ഇതൊക്കെ കള്ളക്കടത്തുനിന്ന് കിട്ടിയ പ്രതിഫലമാണ് എന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ബാരി ലൂസിയോട് പറയാണ്, നീ ആരോടും പറയരുത്, ഞാൻ ഇപ്പോൾ CIA വേണ്ടി ഒരു സീക്രട്ട് മിഷൻ ചെയ്യുകയാണ്, ഈ കാര്യം അത്രയും രഹസ്യമായതുകൊണ്ടാണ് ഞാൻ ഇത് നിന്റെ അടുത്ത് വരെ മറച്ചു വെച്ചത്. വർഷം 1981 മോണ്ടി പറഞ്ഞ ലൊക്കേഷനിൽ ബാരി AK-47 തോക്കുകൾ ഡെലിവർ ചെയ്തു. അങ്ങനെ ബാരി ഈ കള്ളക്കടത്ത് ഒരുപാട് തവണ ചെയ്തു. ഒരു ദിവസം പാബ്ലോ എസ്കോബാറിന്റെ പാർട്ണർ ജോർജ് അവിടെ ബാരിയെ കാണാനായി വന്നു. എന്നിട്ട് അദ്ദേഹം പുതിയ ഡീല് സംസാരിക്കുകയാണ്. അതായത് ഇനി മുതൽ ഡയറക്റ്റ് അമേരിക്കയിലേക്ക് കൊക്കൈൻ നീ എത്തിക്കേണ്ട, പകരം കൊളംബിയയിൽ നിന്ന് സാധനം നീ കോൺട്രാസിൽ എത്തിച്ചാൽ മതി, അവിടെ നമ്മുടെ ആൾക്കാർ മയാമിയിലേക്ക് ബോട്ട് വഴി സാധനം എത്തിച്ചോളും. അപ്പോൾ ആ ഡീലിന് ബാരി സീൽ കൈകൊടുത്തു. അത് നല്ല പോലെ വിജയിച്ചു. ബാരി സീൽ ഒരുപാട് പണം സമ്പാദിക്കാനേ തുടങ്ങി. ഒരുപാട് പണം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ഒന്നുമല്ല, മില്യൺ കണക്കിന് US$ ആണ് ബാരി ഇപ്പോൾ ഓരോ ആഴ്ചയും സമ്പാദിക്കുന്നത്. ബാരി സീലിന്റെ കള്ളക്കടത്ത് വളർന്നുകൊണ്ടേ നിന്നു. ഒരു ഭാഗത്ത് ആയുധങ്ങൾ, മറുഭാഗത്ത് പാബ്ലോ എസ്കോബാറിന്റെ ഡ്രഗ്സ്. സോ പണം കുമിഞ്ഞുകൂടി അതൊന്നും വെക്കാൻ ബാരിക്ക് സ്ഥലമില്ലാതെയായി. അങ്ങനെ ബാരി 2-3 സ്യൂട്ട് കേസിൽ പണം നിറച്ച് മീന ട്രസ്റ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി ചെന്നു. അവിടെയുള്ള മാനേജർ ബാരിയുടെ കൈവശമുള്ള പണം കണ്ട് പുള്ളിക്കാരുടെ കണ്ണു തള്ളിപ്പോയി. ബാരി സീലിന്റെ ഭാര്യയും മക്കളും ഹാപ്പിയാണ്. മക്കൾ അവിടെ തന്നെ സ്കൂളിൽ പോകാനായി ആരംഭിച്ചു. ഒരു ദിവസം ഒരു പുതുപുത്തൻ ആഡംബര കാറുമായി ബാരി സീൽ വീട്ടിലേക്ക് വന്നു. ലൂസി ബാരിയോട് അടിപൊളി കാറാണല്ലോ, ഇത് ആരുടേതാണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് എന്റെ പ്രിയ ഭാര്യയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ താക്കോല് ലൂസിക്ക് നൽകുകയാണ്. അതായത് ബാരി ഭാര്യയ്ക്ക് വേണ്ടി സമ്മാനമായി മേടിച്ച ആഡംബര കാറാണ് ഇത്. ഡെക്കിയിൽ 2-3 ബാഗ് നിറയെ പണവും. ബാരി സീലിന്റെ വീട് നിറയെ പണമാണ്. അതായത് ഏത് ഷെൽഫ് തുറന്നാലും ഏത് ഡ്രോയർ തുറന്നാലും അവിടെയൊക്കെ ധാരാളം പണമാണുള്ളത്. അതായത് ബാങ്കിൽ പോലും പണം സൂക്ഷിക്കാൻ സ്ഥലമില്ല, അത്രത്തോളം പണമാണ് ഇപ്പോൾ ബാരി സീലിന്റെ കൈവശമുള്ളത്. ഒരു ദിവസം പാബ്ലോ എസ്കോബാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിച്ചു. ആ പാർട്ടിക്ക് ബാരി സീൽ ലൂസിയെ കൂട്ടിച്ചെന്നു. അങ്ങനെ ലൂസിയെ പാബ്ലോ എസ്കോബാറിന് പരിചയപ്പെടുത്തി കൊടുത്തു. പാബ്ലോ എസ്കോബാർ പുള്ളിക്കാരെ കണ്ടപ്പോൾ തന്നെ, ഓ ബാരി സീലിന്റെ ഭാര്യയാണോ താങ്കൾ, ഇതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് കൊണ്ട് താങ്കൾ ഭാഗ്യവതിയാണ്, താങ്കളുടെ ഭർത്താവ് ഒരു ജീനിയസ് ആണ് എന്നൊക്കെ എസ്കോബാർ ലൂസിയോട് പറയുന്നുണ്ട്. സോ ദിവസം കൂടുന്തോറും ബാരിയുടെ സമ്പത്ത് കൂടി വന്നു. സോ ബാങ്കിൽ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ബാരി പണം വീട്ടിന്റെ ഓരോ ഭാഗത്തായിട്ട് കുഴിച്ചിടാൻ വരെ ആരംഭിച്ചു. ഇനിയാണ് കഥയിൽ കുറച്ചും കൂടി ട്വിസ്റ്റ് സംഭവിക്കാനായി പോകുന്നത്. ആ ട്വിസ്റ്റ് വരാൻ പുതിയ ഒരു കഥാപാത്രം വന്നു. അപ്പോൾ ഇവന്റെ പേരാണ് JB. വേറെ ആരുമല്ല, ബാരി സീലിന്റെ ഭാര്യ ലൂസിയുടെ തലതെറിച്ച സഹോദരനാണ് JB. ഇവനെ നന്നാക്കാൻ വേണ്ടിയാണ് ലൂസി ഇവിടത്തേക്ക് കൊണ്ടുവന്നത്. ഒരു പണിക്കും പോകാതെ തെണ്ടി നടക്കലാണ് അവന്റെ ജോലി. ബാരി സീലിനോട് ലൂസി ഇവന് എന്തെങ്കിലും ജോലി കൊടുക്കണം, എന്നാലേ ഇവൻ നന്നാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാരി ലൂസിയോട് പറയാണ്, ഞാൻ വേണമെങ്കിൽ അവന് ചിലവിനുള്ള പണമൊക്കെ കൊടുക്കാം. അതൊന്നും പറ്റത്തില്ല, അവന് പണിയെടുത്ത് സമ്പാദിക്കണം, എന്നാലേ അവൻ നന്നാവൂ എന്നൊക്കെ ലൂസി പറയുകയാണ്. അങ്ങനെ ഗാരേജിൽ JBക്ക് ബാരി ജോലി കൊടുത്തു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവിടെയൊക്കെ തൂത്തുവാരുക അത്ര തന്നെ. പക്ഷെ അവനെ കൊണ്ട് ബാരിക്ക് വലിയ തലവേദനയാണ്. ഒരു രാത്രി ജോലി കഴിഞ്ഞ് പണവുമായി വീട്ടിലേക്ക് ബാരി വന്നു. അപ്പോൾ പണം കുഴിച്ചിടാൻ സ്ഥലം നോക്കിയപ്പോൾ അവിടെയൊക്കെ ഫുള്ളാണ്. അങ്ങനെ ഷെൽഫ് തുറന്നപ്പോൾ അവിടുന്ന് പണം മുഴുവനായിട്ടും പുറത്തേക്ക് വരികയാണ്. ഇത് ബാരിക്ക് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഈ പണമൊക്കെ വെക്കാൻ സ്ഥലമില്ല. ഗൈസ്, ഇത്രയൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരു ദിവസം JB ആണെങ്കിൽ പുതുപുത്തൻ കാറുമായി വീട്ടിലേക്ക് വന്നു. കൂടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമുണ്ട്. ഇത് കണ്ട് ലൂസി ബാരിയോട് ചോദിക്കാണ്, നീ അവന് പണം കൊടുത്തോ, അവൻ എവിടുന്നാണ് കാറ് വാങ്ങാൻ കാശ്? JBയുടെ കൂടെ വന്ന പെൺകുട്ടിയെ ലൂസി കൂട്ടി അകത്തേക്ക് കൊണ്ടുപോയി. ബാരി JBയെ ചോദ്യം ചെയ്തു, കാറ് വാങ്ങാൻ നിനക്ക് എവിടുന്നാണ് കാശ് കിട്ടിയത് എന്ന്. അപ്പോൾ ആദ്യം അത് പറയാൻ JB മടി കാണിച്ചു. എന്നാൽ പിന്നീട് അവൻ സത്യം തുറന്നു പറഞ്ഞു. അവന് കിടക്കുന്ന റൂമിലെ ഷെൽഫിലൊക്കെ ഒരുപാട് കാശ് കണ്ടു, അത് മോഷ്ടിച്ചിട്ടാണ് ഞാൻ ഈ കാറ് വാങ്ങിയത്. അപ്പോൾ മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ബാരി സീൽ JBയോട് പറയുകയാണ്. വർഷം 1983. ഒരു ദിവസം ബാരി സീലും പാബ്ലോ എസ്കോബാറിന്റെ സംഘവും 4 വിമാനത്തിലായിട്ട് ഡ്രഗ്സുമായിട്ട് പറക്കുകയാണ്. അപ്പോൾ അവരുടെ തൊട്ട്
തൊട്ടടുത്ത് DEA അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ വിമാനം വന്നു. അവര് ഇവരോട് ഇവരുടെ വിമാനങ്ങൾ എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യാനായി പറയുകയാണ്, അവരെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ അവരുടെ വിമാനം കണ്ടപ്പോൾ തന്നെ അത് ഏതാണ് മോഡൽ എന്ന് ബാരിക്ക് മനസ്സിലായി. ബാരി മറ്റു വിമാനത്തിലെ പൈലറ്റ്സിനോട് വിമാനം ലാൻഡ് ചെയ്യേണ്ട, സ്ലോ ആയിട്ട് വിട്ടാൽ മതി എന്ന് പറയുകയാണ്. കാരണം അവരുടെ വിമാനങ്ങൾക്ക് സ്ലോ ആയിട്ട് പോയാലും ഇന്ധനം ഉണ്ടാവും, എന്നാൽ DEAയുടെ വിമാനത്തിന് അധിക നേരം പറക്കാനുള്ള ഇന്ധനം ഉണ്ടാവത്തില്ല എന്ന് ബാരിക്ക് അറിയാം. അതേപോലെ സമയം ഒരുപാടായപ്പോൾ ഇന്ധനം തീരാനായി DEA വിമാനം തിരിച്ചു പോവുകയാണ്. അതായത് ബാരിയും പാബ്ലോ എസ്കോബാറിന്റെ സംഘവും അറസ്റ്റിലാവാതെ രക്ഷപ്പെട്ടു. ഇവിടെ FBI അർക്കാൻസസ് എന്ന സ്ഥലത്ത് ഒഴുകുന്ന പണത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ അത് വളരെ വലിയ സംഖ്യയാണ്. എവിടുന്നാണ് ഇത്രയും പണം ഒഴുകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ FBIയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനേ ആരംഭിച്ചു. ഇവിടെ ഒരു ദിവസം ബാരി സീലിനെ താൻ പണം നിക്ഷേപിക്കുന്ന ബാങ്ക് വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ബാങ്ക് പുതിയ ലോക്കർ നിർമ്മിക്കുകയാണ്. ബാരി അവരോട് നിങ്ങൾ എനിക്ക് വേണ്ടി പുതിയ ലോക്കർ ആക്കുകയാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ല സർ, ഇത് നമ്മുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ചെറിയ ലോക്കറാണ്. താങ്കൾക്ക് വേണ്ടി നമ്മുടെ മെയിൻ ലോക്കർ മുഴുവനായിട്ടും വിട്ടുതന്നു. സോ അത്രത്തോളം പണമാണ് ബാരി സീൽ സമ്പാദിച്ചു കൂട്ടിയത്. ഇവിടെ ഒരു ദിവസം ബാരി ഡ്രഗ്സുമായി പറക്കുമ്പോൾ വീണ്ടും ബാരിയെ അറസ്റ്റ് ചെയ്യാൻ ഓഫീസേഴ്സ് വിമാനത്തിൽ വന്നു. ഇപ്രാവശ്യം അവർ ഒറ്റ വിമാനത്തിലല്ല 2 വിമാനത്തിലായിട്ടാണ് വന്നത്. ബാരി പിടികൊടുത്താൽ പിന്നെ തന്റെ ജീവിതകാലം മുഴുവനും ബാരി ജയിലിൽ കിടക്കണം. കാരണം ബാരിയുടെ വിമാനത്തിൽ പാബ്ലോ എസ്കോബാറിന്റെ 200 കിലോഗ്രാംസ് കൊക്കൈൻ ആണുള്ളത്. സോ ഇവിടെ ബാരി സീൽ സീറ്റ് ബെൽറ്റ് ധരിച്ചു. ബാരിയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, വിമാനം റോഡിലേക്ക് ലാൻഡ് ചെയ്യുക എന്നതാണ്. അത് വലിയ അപകടമാണ്. എന്നാൽ ബാരി അത്രയും സ്കിൽഡ് ആയിട്ടുള്ള പൈലറ്റ് ആണ് എന്ന് നമ്മൾക്കറിയാം. അതേപോലെ ബാരി റോഡിൽ ലാൻഡ് ചെയ്താൽ ഓഫീസേഴ്സ് എന്തായാലും അതേപോലെ ലാൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. സോ ഇവിടെ റോഡിലേക്ക് ബാരി സീൽ വിമാനം ലാൻഡ് ചെയ്തു. പക്ഷെ ലാൻഡ് ചെയ്തെങ്കിലും ബാരിക്ക് കൺട്രോൾ കിട്ടിയിട്ടില്ല. ഒരു വീട്ടുമുറ്റത്ത് പോയിട്ട് വിമാനം ക്രാഷ് ചെയ്തു. ബാരി പണമുള്ള ബാഗുമായി വിമാനം നിന്ന് ചാടി ഇറങ്ങി. അവിടെ ഒരു പയ്യനെ സൈക്കിളുമായി നിൽക്കുന്നുണ്ട്. ബാഗിൽ നിന്ന് വലിയ തുക പണം ആ പയ്യന് നൽകി ആ പയ്യന്റെ സൈക്കിൾ ബാരി വാങ്ങിച്ചു. എന്നിട്ട് ആ സൈക്കിൾ എടുത്ത് ബാരി അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് വലിയ വാർത്തയായി. 200 കിലോഗ്രാംസ് കൊക്കൈൻ കടത്താൻ ശ്രമിച്ച വിമാനമാണ് ക്രാഷ് ആയത്. അപ്പോൾ DEA ബാരി സീലിനെ മാത്രമല്ല പിടിക്കാനായി ശ്രമിക്കുന്നത്, അവര് പാബ്ലോ എസ്കോബാറിന്റെ സംഘത്തിനു നിരന്തരം പണി കൊടുക്കുന്നുണ്ട്. കൊളംബിയൻ ഗവൺമെന്റുമായി പാബ്ലോ എസ്കോബാറിന്റെ സംഘം യുദ്ധം പ്രഖ്യാപിച്ചു. പാബ്ലോ എസ്കോബാറിന് കൊളംബിയയിൽ നിൽക്കാനാവാത്ത അവസ്ഥയായി. അവരങ്ങനെ സെൻട്രൽ അമേരിക്കയിലെ നിക്കാരാഗുവ എന്ന സ്ഥലത്തേക്ക് മാറുകയാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായി ബാരി സീൽ അവിടത്തേക്ക് പാബ്ലോ എസ്കോബാറിനെ കാണാനായി ചെന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ JB ഒരു ദിവസം കാറിന്റെ ഡിക്കിയിൽ ഒരുപാട് പണവുമായി വന്നു. അതായത് JB വീണ്ടും ബാരിയുടെ പണം മോഷ്ടിച്ചു. പെട്ടിയിൽ നിറയെ പണമുണ്ട്. JB ആ പെട്ടിയുമായി നടക്കുന്നത് അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഓഫീസർ കണ്ടു. ഓഫീസറിനെ കണ്ടപ്പോൾ JB പേടിച്ചോടി. എന്നാൽ ആ ഓഫീസർ ഓടിച്ചെന്ന് JBയെ പിടികൂടി. അതായത് JB അറസ്റ്റിലായി. ഇവിടെ പാബ്ലോ എസ്കോബാറുമായി ബാരി സംസാരിക്കുമ്പോൾ ലൂസി ബാരിയെ വിളിക്കുകയാണ് JB അറസ്റ്റിലായി കാര്യം പറയാൻ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ബാരി ഷോക്കായി. കാരണം പോലീസിനോട് ബാരിയുടെ റൺവേയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ JB പറഞ്ഞാൽ അതോടെ എല്ലാം അവസാനിക്കും. ഇവിടെ പാബ്ലോ എസ്കോബാർ ബാരിയോട് പുതിയ ഡീലിനെ കുറിച്ച് പറയുകയാണ്. ഇപ്രാവശ്യം 100 കിലോഗ്രാംസോ 200 കിലോഗ്രാംസോ ഒന്നുമല്ല. ഇപ്പോൾ എസ്കോബാറിന്റെ ഡീല് വലിയ ഒരു വിമാനത്തിൽ ഒരൊറ്റ ട്രിപ്പിൽ 1500 കിലോഗ്രാംസ് കൊക്കൈൻ. അതാണ് പാബ്ലോ എസ്കോബാറിന്റെ പുതിയ ഡീല്. എന്നാൽ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം എന്ന് എസ്കോബാറിനോട് ബാരി പറയുകയാണ്. അപ്പോൾ എസ്കോബാർ പറയാണ്, ഇത് കുട്ടിക്കളിയല്ല, എന്ത് വന്നാലും ഇത് ചെയ്തേ മതിയാവും എന്നും ബാരി സീലിനോട് പാബ്ലോ എസ്കോബാർ പറയുന്നുണ്ട്. സോ ഇവിടെ ബാരി അറസ്റ്റിലായ JBയോട് ഫോണിൽ സംസാരിക്കുകയാണ്. നീ പേടിക്കേണ്ട, നിന്നെ പുറത്തിറക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യാം. ദയവ് ചെയ്ത് നീ വക്കീലിനോടോ പോലീസിനോടോ ഒന്നും പറയരുത്. സോ ഇതേ സമയം എസ്കോബാറിന്റെ പാർട്ട്ണർ ജോർജും ബാരിയെ വിളിക്കുന്നുണ്ട് ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ ജോർജിനോട് ബാരി സീൽ പറയാണ്, എനിക്ക് ആലോചിക്കാൻ കുറച്ചും കൂടി സമയം വേണം, എനിക്ക് ചെറിയ കുടുംബ പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ ജോർജ് ഇങ്ങോട്ട് തന്നെ ബാരിയോട് JBയെ കുറിച്ച് പറയുകയാണ്. നീ പേടിക്കേണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ജോർജ് പറയുകയാണ്. അത് വേണ്ട എന്നൊക്കെ ബാരി സീൽ ജോർജിനോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ജോർജ് കോൾ കട്ട് ചെയ്തു. സോ ഇവിടെ JB റിലീസ് ആയതായി കാണാം. ബാരി അവനെ കൂട്ടാനായി ചെന്നിട്ടുണ്ട്. അപ്പോൾ JBയെ ഇപ്പോൾ നാട് കടത്താനായിട്ടാണ് ബാരി പോകുന്നത്. പക്ഷേ JB ബാരിയോട് ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാൻ ബാരി തയ്യാറല്ല. ബാരി സീൽ JBയെ അവന്റെ കാറിന്റെ അടുത്ത് കൊണ്ടുവിട്ടു. എന്നിട്ട് അവന് ഒരു ബാഗ് നിറയെ കാശ് കൊടുത്തു. അതേപോലെ അതിൽ അവന്റെ പാസ്പോർട്ടും അവന് പോകാനുള്ള ഫ്ലൈറ്റിന്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും ഉണ്ട്. നീ എന്നോട് തിരിച്ചൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട, നിനക്ക് ലാവിഷ് ആയിട്ട് ജീവിക്കാനുള്ള പണം അതിലുണ്ട്. വണ്ടി എടുക്ക, എന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകാം. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് തലതെറിച്ച് JB ഇറങ്ങിപ്പോയി. JB ഇറങ്ങി പോകുമ്പോൾ ബാരിയെ ഒരുപാട് തെറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ബാരി കാര്യമാക്കുന്നില്ല. എന്നാൽ അവൻ അവന്റെ സഹോദരി അഥവാ
ബാരി സീലിന്റെ ഭാര്യയെക്കുറിച്ചും വളരെ മോശമായി തെറി പറഞ്ഞു. അപ്പോൾ അവനെ പിടിച്ച് ഇടിക്കാനായി ബാരി ഓടുകയാണ്. JB എന്നാൽ പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. പക്ഷേ കാർ സ്റ്റാർട്ട് ചെയ്ത് വിടുന്ന സമയത്ത് ആ കാർ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ട് ബാരി ആകെ ഷോക്കായി. JB മരണപ്പെട്ടു. സോ ഇതിന്റെ പിന്നിൽ വേറെ ആരുമല്ല, എസ്കോബാറിന്റെ ആൾക്കാർ തന്നെയാണ് എന്ന് ബാരി സീലിന് മനസ്സിലായി. കാരണം JB ഈ രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ടാണ് എസ്കോബാറിന്റെ ആൾക്കാർ JBയുടെ കാറിൽ ബോംബ് വെച്ച് അവനെ കൊന്നത്. പക്ഷെ ഇത് നമ്മുടെ ബാരിക്ക് വല്ലാത്ത ഷോക്ക് തന്നെയായിരുന്നു. മോണ്ടി ബാരി സീലിനോട് ഈ സ്ഥലത്ത് ഏത് നിമിഷവും റെയ്ഡ് ഉണ്ടാവും, എത്രയും പെട്ടെന്ന് ഇവിടം വിടണം എന്ന് പറയുകയാണ്. അങ്ങനെ രാത്രി ബാരി സീലും ആൾക്കാരും അവിടെയുള്ള ആയുധങ്ങളും സാധനങ്ങളും എല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവിടെ DEA ഓഫീസേഴ്സ് ബാരി സീലിനെ അറസ്റ്റ് ചെയ്യാനെത്തി. DEA മാത്രമല്ല, പോലീസ്, FBI അങ്ങനെ എല്ലാവരും ആ സ്ഥലത്ത് ബാരി സീലിനെ അറസ്റ്റ് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. സോ ഇവിടെ ബാരി സീലിനെ FBI ഓഫീസിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതായി കാണാം. ദാന സിബോട്ട എന്ന ഈ സ്ത്രീയാണ് സീനിയർ ഓഫീസർ. പുള്ളിക്കാരി ബാരി സീലിനോട് ഇതിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വളരെ കൂളായിട്ടാണ് ബാരി സീൽ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഉറപ്പാണ് ഇതൊന്നും വലിയ കാര്യമല്ല, തനിക്ക് എളുപ്പത്തിൽ ജാമ്യം കിട്ടുമെന്ന്. അത്രത്തോളം പണത്തിന്റെ പവർ ബാരി സീലിനുണ്ട്. ഈ സമയം ഡാന സിബോട്ടക്ക് ഗവർണറിന്റെ കോൾ വന്നു. മാഡം കോൾ എടുക്ക്, ഗവർണർ അല്ലേ എന്ന് ബാരി സീൽ പറയുകയാണ്. പുള്ളിക്കാരി കോൾ എടുക്കുമ്പോൾ ഓഫീസേഴ്സിനോട് ബാരിയെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോകാനേ പറഞ്ഞു. ഇവിടെ ബാരി ഓഫീസേഴ്സിനോട് നിങ്ങളുടെയൊക്കെ ശമ്പളം എത്രയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഞാൻ സമ്മാനമായി കാഡിലാക് കാർസ് തരാം എന്നൊക്കെ കൂളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓഫീസേഴ്സ് പറയാണ്, നീ ഞങ്ങൾക്ക് കൈക്കൂലി തരാൻ നോക്കുകയാണോ, നീ എന്ത് ചെയ്താലും നിനക്ക് ജാമ്യം കിട്ടില്ല മോനെ. കൈക്കൂലി ഒന്നുമല്ല, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, അതെന്തായാലും ഞാൻ പുറത്തിറങ്ങും, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സമ്മാനമായി ഓഫർ ചെയ്തതാ. ഈ സമയം ദാന സിബോട്ട് അവിടെ വന്ന് ഓഫീസേഴ്സിനോട് അവന്റെ കയ്യിലെ വിലങ്ങ് അയക്കാനേ പറയുകയാണ്. അതായത് ബാരി സീലിന് ജാമ്യം കിട്ടി. വളരെ കൂളായിട്ട് ബാരി അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ അവിടെ ബാരിയെ കൂട്ടനെ വന്ന ആൾക്കാർ ആരാണ് എന്ന് ബാരിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ബാരി അവരുടെ കൂടെ ചെന്നു. അവര് ബാരിയെ കൂട്ടിക്കൊണ്ടുപോയത് വേറെ എവിടത്തേക്കുമല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിലേക്കാണ്. സോ സംഭവം വേറൊന്നുമല്ല, ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിന് ബാരി സീലിന്റെ സഹായം വേണം പാബ്ലോ എസ്കോബാറിനെ പിടിക്കാനായി. ബാരി സീല് ഇത്രയും കാലം ചെയ്ത കുറ്റകൃത്യമൊക്കെ അവര് നീക്കം ചെയ്യും. പക്ഷെ അതിനു പകരമായി അമേരിക്കൻ ഗവൺമെന്റിന് എസ്കോബാറിന്റെ ഡ്രഗ് കാർട്ടലിലെ വിവരം ബാരി സീല് നൽകണം. അപ്പോൾ അതാണ് ബാരി സീലിന്റെ പുതിയ ജോലി. ജയിൽ ശിക്ഷ ഒഴിവാക്കണമെങ്കിൽ ഈ ജോലി ഏറ്റെടുത്തേ മതിയാവും. അങ്ങനെ ബാരി സീല് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഈ കാര്യം എസ്കോബാർ അറിഞ്ഞാൽ ഉറപ്പായും എസ്കോബാറിന്റെ ആൾക്കാർ ബാരി സീലിനെ കൊന്നുകളയും. സോ ഇവിടെ എസ്കോബാറിന്റെ 1500 കിലോഗ്രാംസ് കൊക്കൈൻ കടത്താൻ ബാരി ഈ വലിയ വിമാനമായിട്ടാണ് പോകുന്നത്. ആ വിമാനത്തിൽ DEA ഏജൻസ് ക്യാമറാസ് ഘടിപ്പിച്ചു. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി എന്നൊക്കെ അവര് ബാരി സീലിനോട് പറയുന്നുണ്ട്. ബാരിയുടെ കൂടെ പീറ്റ് എന്ന ഒരു സഹായമുണ്ട്. അവനായിരിക്കും ഹിഡൻ ക്യാമറാസിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ഈ ഫോട്ടോസ് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഓഫീസറിനോട് ബാരി ചോദിച്ചപ്പോൾ, നിങ്ങൾ പേടിക്കേണ്ട, ഈ ഫോട്ടോസ് പുറത്തു പോകത്തില്ല, ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള റെക്കോർഡ്സിൽ സൂക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ വിമാനവുമായി എസ്കോബാറിന്റെ സ്ഥലത്തേക്ക് ബാരി സീൽ ചെന്നു. അങ്ങനെ അവിടെ നിന്ന് എസ്കോബാറും സംഘവും വിമാനത്തിൽ ഡ്രഗ്സ് കയറ്റുകയാണ്. അതിന്റെയൊക്കെ ഫോട്ടോസ് ബാരി സീൽ കാണാതെ എടുക്കുന്നുമുണ്ട്. അവരുടെ ഫോട്ടോസ് കിട്ടിയത് FBI ഒട്ടാകെ ആഘോഷിച്ചു. കാരണം അവരുടെ വലിയ ഒരു വിജയം തന്നെയാണ് അത്. പക്ഷെ ഇവിടെയാണ് ബാരി സീലിന്റെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയത്. ആ ഫോട്ടോസ് ഹൈലി ക്ലാസിഫൈഡ് ആയിരിക്കും, അത് പുറത്ത് വിടത്തില്ല എന്നൊക്കെയാണ് ഓഫീസേഴ്സ് പറഞ്ഞത്. എന്നാൽ ആ ഫോട്ടോസ് മീഡിയക്ക് കിട്ടുകയാണ്. അങ്ങനെ എസ്കോബാറിന്റെയും സംഘത്തിന്റെയും ഫോട്ടോസ് ചാനലുകൾ ഒട്ടാകെ പ്രദർശിപ്പിച്ചു. ആ ഫോട്ടോയിലേക്ക് ബാരി സീലും ഉണ്ട്. ഈ വാർത്ത കണ്ട ബാരി സീലും ലൂസിയും ആകെ ഷോക്കായി പോയി. മാത്രമല്ല എസ്കോബാർ ഈ കാര്യം അറിഞ്ഞു, അതായത് ബാരി സീൽ ചതിച്ചു എന്ന്. അദ്ദേഹം അടങ്ങി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എസ്കോബാറിന്റെ സംഘം ബാരി സീലിനെ കൊല്ലാനായി തീരുമാനിച്ചു. സോ അത് ബാരി സീലിനും നന്നായി അറിയാം. ഇനിയുള്ള ദിവസങ്ങൾ ബാരി ജീവിച്ചത് മരണം മുന്നിൽ കണ്ടാണ്. അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാനേ തുടങ്ങി. കാരണം ഏത് നിമിഷവും താൻ കൊല്ലപ്പെടുമെന്ന് ബാരി സീലിന് നന്നായി അറിയാം. അതേപോലെ തന്റെ മുഴുവൻ സമ്പാദ്യവും ഗവൺമെന്റ് സീസ് ചെയ്യും. ബാരി സീലിന്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാവും. റെയ്ഡ് നടക്കുന്ന ദിവസത്തിന് തൊട്ട് മുൻപുള്ള ദിവസം ലൂസിയോട് ബാരി പറയാണ്, റെയ്ഡ് നടക്കുമ്പോൾ നീ നിന്റെ ജ്വല്ലറീസും വാല്യൂബിൾസും എല്ലാം ധരിക്കണം. കാരണം നീ ധരിക്കുന്നത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതേപോലെ അത് മതി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കി കാര്യത്തിനും. സോ ഇവിടെ അടുത്ത ദിവസം ബാരിയുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാവുകയാണ്. എല്ലാ സമ്പാദ്യവും, അതായത് ബാരി ഇത്രയും കാലം ഇല്ലീഗലായിട്ട് സമ്പാദിച്ചു കൂട്ടിയ മുഴുവനും ഗവൺമെന്റ് പിടിച്ചെടുക്കുകയാണ്. ലൂസിയുടെ ജ്വല്ലറി ഒക്കെ ധരിച്ച് നിൽക്കുന്നത് കാണാം. ബാരി ലൂസിയോട് പറയാണ്, നീ തിരിച്ച് നമ്മുടെ പഴയ നാട്ടിലേക്ക് പോകണം, അവിടെ നീ സേഫ് ആയിരിക്കും. അപ്പോൾ നീ വരത്തില്ലേ എന്ന് ലൂസി ചോദിച്ചപ്പോൾ, ഇല്ല, ഞാൻ വരുന്നത്
നിങ്ങൾക്ക് സേഫ് അല്ല, മാത്രമല്ല കുറച്ചു കാലം ഞാൻ ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരുമെന്നൊക്കെ ലൂസിയോട് ബാരി പറയുന്നുണ്ട്. പുള്ളിക്കാരി സങ്കടത്തോടെ ബാരിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തായാലും ബാരി സീലിന്റെ കുടുംബം തിരിച്ച് അവരുടെ നാട്ടിൽ തന്നെ താമസം മാറി. ഇനി ഇവിടെ കോടതിയിൽ മറ്റൊരു ട്വിസ്റ്റ് നടന്നു. കോടതി ബാരി സീലിന് ജയിൽ ശിക്ഷ വിധിച്ചിട്ടില്ല. പകരം 1000 മണിക്കൂർ സമൂഹ സേവനം ചെയ്യാനാണ് കോടതി ബാരിക്ക് വിധിച്ച ശിക്ഷ. അങ്ങനെ ഓരോ ദിവസവും ബാരി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാരിക്ക് ഭയമാണ്, ബോംബ് വെച്ചിട്ടുണ്ടോ എന്ന്. ബാരി ഓരോ തവണയും കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരോടെല്ലാം മാറി നിൽക്കാനായി ആവശ്യപ്പെടും. അങ്ങനെ സമൂഹ സേവനം കഴിഞ്ഞ് ഒരു ദിവസം മടങ്ങുമ്പോൾ ബാരി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ജെബി മരണപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ബാരി സീൽ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ബോംബൊന്നുമില്ല. എന്നാൽ ഫൈനലി ആ ദിവസം വന്നെത്തി. വർഷം 1986 ഫെബ്രുവരി 19 ബാരി സീൽ ഒരു പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത് പോകാനിരിക്കുമ്പോൾ അവിടത്തേക്ക് 2-3 പേര് തോക്കുമായി ബാരി സീലിന്റെ കാറിന്റെ അടുത്തേക്ക് വന്നു. അതേപോലെ അവര് ബാരി സീലിനെ വെടിവെച്ച് കൊന്നു കളയുകയും ചെയ്തു. ആൻഡ് യെസ്, ബാരി സീലിനെ കൊല്ലാൻ ഏൽപ്പിച്ചത് വേറെ ആരുമല്ല, പാബ്ലോ എസ്കോബാറിന്റെ സംഘം തന്നെയാണ്. അവരെ ചതിച്ചത് കൊണ്ട് ബാരി സീൽ കൊല്ലപ്പെടുമ്പോൾ 46 വയസ്സ് പ്രായമായിരുന്നു. കഥയുടെ അവസാനം ബാരി സീലിന്റെ ഭാര്യ ലൂസി ഒരു സാധാരണ കടയിൽ ജോലി ചെയ്തതായി കാണാം. ഭർത്താവിന്റെ സമ്പത്ത് എല്ലാം നഷ്ടമായി. സോ ഇവിടെയാണ് അമേരിക്കൻ മേഡ് എന്ന സിനിമ അവസാനിക്കുന്നത്. ഇത് വെറും ഒരു സിനിമയല്ല, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ ശരി, ബൈ ബൈ.